ഇപ്പം നമ്മൾ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കേൾക്കുകയാണ്. പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് വിട്ടതിന് ശേഷം അവർ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ. അതായത് ഭർത്താവിൻ്റെ വീട്ടിലാകാം, അല്ലെങ്കിൽ അവർ വെളിരാജ്യത്ത് ജോലിക്ക് പോയി അവിടെ 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 ഭർത്താവിൻ്റെ ഒരിക്കലും ഭർത്താവിൻ്റെ മറ്റു ബന്ധുക്കളുടെ ഒരിക്കലും അനുഭവിക്കുന്ന ഓരോരോ വൃത്തികെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുവരുന്നത്. അപ്പം ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദിത്വം ആരുടെയാണെന്ന് ചോദിച്ചാൽ പേരൻസിൻ്റെ തന്നെയാണ്, മാതാപിതാക്കന്മാരാണ്. ഒരു പരിധി വരെ ഇതിന് കാരണം പെണ്ണിൻ്റെ മാതാപിതാക്കന്മാർ തന്നെയാണ്. അതായത് ഒരു പെൺകുട്ടി ഉണ്ടായ ശേഷം ഉടനെ ഒരു മാതാപിതാക്കന്മാർ പറഞ്ഞ ഒരു ഡയലോഗ് എന്താണെന്നറിയാവോ? ഇവള് വേറെ വീട്ടിൽ പോകാനുള്ളതല്ലേ, ഇവളെ കെട്ടിച്ചു വിടേണ്ടിയെന്ന് അങ്ങ് പറഞ്ഞങ്ങ് അവരുടെ മനസ്സിലങ്ങ് പതിപ്പിക്കുക. അതെല്ലാം കഴിഞ്ഞ് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇവർ വിളിക്കും, വാന്നൊക്കെ വിളിച്ചെങ്കിലും കാര്യമായിട്ടുള്ള ആക്ഷൻ ആരും എടുക്കത്തില്ല. ഇതിങ്ങനെ കഴിവതും ഇവർ ചിന്തിക്കുന്നത് ഒരുമിച്ച് പോകുന്നേ പോട്ടെ, ക്ഷമിച്ചു പോകുന്നേ പോട്ടെ എന്ന് പലരും ചിന്തിക്കും. കാരണം ഇവർ സമൂഹത്തെ പേടി, നാളെ നാണക്കേടുണ്ടാകുന്നു, അതുപോലെ തന്നെ തിരിച്ച് എൻ്റെ പെണ്ണ് വീട്ടിൽ വന്നിരിക്കുന്ന ദുരവസ്ഥ, ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് പെണ്ണെന്തെങ്കിലും കാണിച്ചു കഴിയുമ്പോഴത്തേക്കിനും പിന്നെ ഇവർ ഫുൾ കുറ്റം ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വെക്കാറുമുണ്ട്. അന്നേരം ഇവർ പറയുന്നത് എന്താ ഡയലോഗ് എന്താ പറയുക, മാധ്യമങ്ങളുടെ മുന്നിൽ ഇവരെല്ലാവരും കരഞ്ഞു കാണിച്ചു എല്ലാ മാതാപിതാക്കന്മാരുടെ ഒരു നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ് ബോറായി തുടങ്ങുകയാണ്. ഇത് വന്നിട്ട് പറയുകയോ എൻ്റെ മോളെ പോലെ ഇനി ഒരു ഗതി ആർക്കും ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളിവിടെ അതുല്യ എന്ന് പറയുന്ന ആ കുട്ടിയുടെ അപ്പനും അമ്മയും ഭയങ്കര അവർക്ക് ആരോഗ്യമുള്ളവരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ്പനും അമ്മയും നമ്മൾ കണ്ടത്. എന്നിട്ടും ആ പെൺകുട്ടിക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ മാതാപിതാക്കന്മാരുടെ കഴിവുകേടാന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. എന്തൊക്കെ സംഭവിച്ചാലും പെൺകുട്ടി അങ്ങോട്ട് പോകാൻ ശ്രമിച്ചാലും അവർക്ക് എന്തെല്ലാം രീതികളിൽ കൂടി അവർക്ക് ഇത് വേണ്ട എന്ന് വെപ്പിക്കാം, അല്ലേ? സ്വന്തം മക്കളെ ചേർത്ത് പിടിക്കുക, സ്വന്തം മക്കളെ എപ്പോഴും എത്ര വിളിച്ചാലും വരുന്നില്ലെങ്കിലും അതിനെതിരെ ഇങ്ങനൊരു ക്രൂരപീഡനം അവൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വയം ജീവിതം അവൾ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ അവർക്ക് ഡിസ്കംഫേർട്ട് തോന്നുന്നു. വിവാഹം കഴിച്ചു വിട്ടതിന് ശേഷം എൻ്റെ വീട്ടിൽ വന്ന് നിന്നാൽ എനിക്കത് എൻ്റെ മാതാപിതാക്കന്മാർക്ക് ഇഷ്ടപ്പെടുമോ, അവർക്കത് ഭാരമായി ഞാൻ നാളെ മാറുമോ, ഇതൊക്കെ അവളുടെ മനസ്സിൽ പലവട്ടം അവൾ ചിന്തിച്ചതിന് ശേഷം മാത്രമേ പല പെൺകുട്ടികളും തൻ്റെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കത്തുള്ളൂ. സ്വന്തം വീട്ടിൽ നല്ല കംഫർട്ടും അതുപോലെ അവർക്ക് വേണ്ട പരിചരണവും അവരെ അതുപോലെ സ്നേഹിക്കുകയും ചെയ്താൽ ഒരു പെൺകുട്ടികളും ഇങ്ങനെ ചെയ്യില്ല. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ് വിട്ടതിന് ശേഷം പല മാതാപിതാക്കന്മാരും പറയുന്നത് നീ ഇനിയും നിങ്ങളുടെ ജീവിതം നിങ്ങളായി എന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞു വിടാറുണ്ട്. അങ്ങ് അന്യരെ പോലെ പറഞ്ഞു വിടും. അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് പിന്നെ ടോട്ടലി എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ പഠിപ്പിച്ചു, വിവാഹം കഴിപ്പിച്ചു, ഇനിയിപ്പം ഞാൻ എങ്ങനെ വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയും, ഇതൊക്കെ ഓർത്ത് അവരിങ്ങനെ വേവലാതിപ്പെടുക. മനസ്സിലായി? അതുകൊണ്ട് ഒരു പെൺകുട്ടിയെ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ്, പെൺകുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ അവരെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ അവരെങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാം, അവരെങ്ങനെ നാളെ ഇൻഡിപെൻഡൻ്റ് അവർക്ക് ജീവിക്കാൻ പറ്റും, വിദ്യാഭ്യാസം കൊടുക്കും, ജോലി കൊടുക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് പെൺകുട്ടികൾ സ്വന്തം വീട്ടിലേക്ക് പൈസ വരെ അയച്ചു കൊടുത്ത ഈ മാതാപിതാക്കന്മാരെ ഇപ്പം സംരക്ഷിക്കുന്ന കാലഘട്ടം കൂടിയാണ്. എന്നിട്ടും സ്വന്തം പെൺപിള്ളാരെ വേർതിരിത്തിൽ കാണുന്ന മാതാപിതാക്കന്മാർ ഇപ്പോഴും ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളുള്ള മാതാപിതാക്കന്മാരോട് ഒരു അഭ്യർത്ഥനയോട്, ദയവ് ചെയ്ത് നിങ്ങളിങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് കരഞ്ഞു കാണിച്ചിട്ടോ നിങ്ങളുടെ മക്കൾക്ക് അവരുടെ ജീവിതകാലത്തിന് ശേഷം അവരുടെ ജീവിതം അവർ അവസാനിപ്പിച്ചതിന് ശേഷം അവർക്ക് നീതി കിട്ടട്ടെ എന്ന് നിങ്ങൾ പറയുന്നത് വെറും വിഡ്ഢിത്തരമാണ്. എങ്ങനെ നീതി കിട്ടും? അവർ ഈ ലോകത്തുനിന്ന് പോയില്ലേ, പിന്നെ പോട്ടെ, അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊരു നീതി മേടിച്ച് കൊടുക്കുക എന്നാണ് നിങ്ങൾ വേണ്ടത്. നിങ്ങളിവിടെ സ്ട്രോങ് ആയ അതുല്യെ സംബന്ധിച്ച് സ്ട്രോങ് ആയ ഒരു അപ്പനും അമ്മയാണ് ഞാനിവിടെ കണ്ടത്. മറ്റേ കുട്ടിക്കും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടെന്നാണ്, നല്ല ആങ്ങളെയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാത്തത്? അവരെ ഈ കുട്ടികളെ തീർച്ചയായിട്ടും വേണ്ട ആക്ഷൻ ഇവർക്കെതിരെ എടുത്തിരുന്നുവെങ്കിൽ ഈ കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ അനി ചിന്തിക്കുക, അവർ വരുന്നില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് അവനെതിരെ കേസ് കൊടുക്കാം, നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാം. എന്തെങ്കിലും ഒരു താക്കീത് സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കന്മാർക്ക് പറ്റുമായിരുന്നു. കെട്ടിച്ചു വിട്ട ഭർത്താവിൻ്റെ വീട്ടുകാരും അവരുടെ ബന്ധുക്കളും ഒക്കെ കൊള്ളത്തില്ല, നമുക്കത് പറ്റുന്നവരല്ല എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും പേരൻസ് മസ്റ്റായിട്ട് ഇനിയെങ്കിലും പെൺകുട്ടികളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരണം. അവരുടെ ജീവിതം അന്യന് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അവരെ 10 മാസം ചുമന്ന് പ്രസവിച്ച ആണ് ഓർക്കുക. അപ്പം നിങ്ങളുടെ അധികാരം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. നിങ്ങളുടെ കുട്ടികളാണവർ. നിങ്ങൾക്ക് ഭാവിയിൽ ഒരു തുണയായിട്ട് ഈ പെൺകുട്ടികൾ വന്നേനെ. പക്ഷേ വല്ലവരും വേണ്ടി നിങ്ങളുടെ പെൺകുട്ടികളുടെ ജീവൻ നിങ്ങൾ നശിപ്പിക്കാതിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഇവനൊക്കെ ഒരു
പെൺകുട്ടിയെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവനൊക്കെ നമ്മൾ ഒരിക്കലും വിവാഹം കഴിച്ചു കൊടുക്കരുത്. അഥവാ ഇനി കൊടുത്ത് ഒരു അബദ്ധം പറ്റിപ്പോയെങ്കിൽ തീർച്ചയായിട്ടും 2-3 മാസത്തിനകം തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഡിവോഴ്സ് ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ എന്നാലേ അവനൊക്കെ ഒരു പെണ്ണിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കിക്കത്തുള്ളൂ. 2ാമത് ഘട്ടമോ 3ാമത് ഘട്ടമോ അവനൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, സ്വന്തം മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. സ്വന്തം പെൺമക്കളെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക തന്നെ വേണം. അതുപോലെ തന്നെ ഇനി അഥവാ നമുക്കൊരു വിവാഹം വേണമെങ്കിൽ നമുക്ക് നല്ല ആലോചിച്ച് നമുക്ക് വിവാഹം കഴിപ്പിക്കാം. അല്ലെങ്കിൽ അവർ ജോലിയായിട്ട് മുന്നോട്ട് പോയി സ്വന്തം കാലിൽ അവർ ജീവിക്കട്ടെ, അവർ സന്തോഷകരമായിട്ട് എൻജോയ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഒറ്റയ്ക്ക് നിന്നാലും നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ജീവിതം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മൾ ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുകയും ചെയ്യും.